ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ചിക്കൻ 65 ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 6 ടീസ്പൂൺ കോൺഫ്ലോർ, 3 ടീസ്പൂൺ അരിപ്പൊടി, 4 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. പൊടികളൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയും കോൺഫ്ലോറും ചേർക്കുന്നത് ചിക്കൻ വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കറിക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ട. ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. 750 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മസാലയിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരം മാഗ്നേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. കോരിയെടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നമുക്ക് ബാലൻസുള്ള ചിക്കനും കൂടി വറുത്ത് കോരിയെടുക്കാം. കറിവേപ്പിലയും ചുമന്ന മുളകും പച്ചമുളകും പപ്പടോടും കൂടി വറുത്ത് കോരാം. ഇത് ഗാർണിഷിങ്ങിനായി മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു സോസ് തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പിലയും കാശ്മീരി ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.